നിങ്ങൾ തമ്പലൈനിൽ കണ്ട പോലെ തന്നെ അതായത് ഇന്ത്യക്കാർക്ക് യു ഗവൺമെൻറ് കൊടുത്തിരുന്ന ഒരു ആനുകൂല്യമാണ് ഓൺ അറൈവൽ വിസ. അത് അതിൻ്റെ പ്രൊസീജിയർ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അതായത് പണ്ടത്തെ പോലെ ഓൺ അറൈവൽ വിസ നമുക്ക് എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അപ്ലൈ ചെയ്താൽ കിട്ടില്ല. അതിൻ്റെ അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും, അതായത് ഇന്ത്യൻ സിറ്റിസന് ഓൺ അറൈവൽ വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. അതായത് US ഗ്രീൻ കാർഡ് ഹോൾഡർ ആയിരിക്കണം, അല്ലെങ്കിൽ UK അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രികളിൽ ഏതെങ്കിലും കൺട്രികളിലുള്ള റെസിഡൻസ് വിസ ഉള്ളവർക്കാണ് UAE ഇറങ്ങുമ്പോൾ ഓൺ അറൈവൽ വിസ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി മുതൽ എയർപോർട്ടിൽ ഇറങ്ങി അപ്പം തന്നെ അപ്ലൈ ചെയ്ത ഓൺ അറൈവൽ വിസ നിങ്ങൾക്ക് ലഭിക്കില്ല. അതായത് നോർമലി ഓൺ അറൈവൽ വിസയുടെ വാലിഡിറ്റി 40 days ആണ്. അത് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒരു 40 days കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. നേരത്തെ നമുക്ക് എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. ഇനിയിപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതിന് നിങ്ങൾ 48 hours മുമ്പ് അപ്ലൈ ചെയ്ത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിരിക്കണം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് www.smartgdrfa.gov.ae എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. അതിന് ഫീസ് നിരക്ക് 253 dirhams ആണ് ഫീസായിട്ട് കൊടുക്കുന്നത്. അതുകൂടാതെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള നിങ്ങളൊരു ഫോട്ടോയും നിങ്ങൾ അതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ 48 hours നിങ്ങൾക്കത് ഇമെയിലിലേക്ക് ഓൺ അറൈവൽ വിസ ഫോർവേഡ് ചെയ്ത് തരുന്നതായിരിക്കും. ആ ഓൺ അറൈവൽ വിസയുമായിട്ട് നിങ്ങൾ യാത്ര ചെയ്ത് UAE എയർപോർട്ടിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓൺ അറൈവൽ വിസ പ്രൊവൈഡ് ചെയ്യുള്ളൂ. നേരത്തെ പോലെ ഇവിടെ വന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഓൺ അറൈവൽ വിസ ഫെസിലിറ്റീസൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ UAE വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലത്തെ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.